വെൽക്കം ടു മൈ ചാനൽ സിമ്പിൾ റെസിപ്പീസ് എത്തിനു. നമുക്ക് ഇന്ന് അടിപൊളി പുളിസാദം ഉണ്ടാക്കിയാൽ പുളിയോദര. അപ്പോൾ അതിനായിട്ടൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1.25 ടേബിൾ സ്പൂണോളം പൊട്ടുകടല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1.25 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1 ടേബിൾ സ്പൂൺ മല്ലിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിനി ഒരു 1/4 ടീസ്പൂണോളം ഉലുവയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്ത് ഒന്ന് ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കൊരു 1/4 ടീസ്പൂണോളം കുരുമുളകും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു 3 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്ത് അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നമുക്ക് നല്ലൊരു സ്മെല്ലൊക്കെ അടിക്കാൻ തുടങ്ങും. ഇപ്പം ഇനി ഒരു ബോളിലേക്ക് നമ്മളൊരു നെല്ലിക്ക കഷ്ണം വലുപ്പത്തിൽ ഒരു പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് ഒരു 10-15 മിനിറ്റ് കുതിരാനായിട്ട് വെക്കുക. കുതിരുന്നതിന് ഇങ്ങനെ നല്ലപോലെ ഒന്ന് സ്മാഷ് ചെയ്ത് നല്ല ഒരു വെള്ളമൊക്കെ ഇട്ട് നമുക്കൊരു 10-15 മിനിറ്റ് വെക്കാം. ഇനി നമുക്ക് അപ്പോഴത്തേക്ക് നമ്മുടെ ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഈ ഒരു സമയമ്പോഴത്തേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണോളം പെരുങ്കായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ സോട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ആറിയതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ എന്താണ് നല്ലപോലെ നല്ല ഫൈൻ പൗഡറായിട്ട് നല്ല പൊടിച്ചിട്ടിട്ടുണ്ട്. ഇത് തന്നെ റെസിപ്പി കുറച്ചും കൂടെ പൊടി കൂട്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നാൾ ഉപയോഗിക്കാനായിട്ടുള്ള പൗഡറും ആവും. അപ്പോൾ ഇനി ഈ പാനിലേക്ക് നമുക്ക് നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നല്ലെണ്ണ ഇട്ടിട്ട് നമ്മൾ പഴയതുപോലെ തന്നെ 1.25 ടേബിൾ സ്പൂണോളം ഉഴുന്നും പൊട്ടുകടലയും പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി എന്നിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു ടേസ്റ്റുള്ള ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കൊരു 1/4 ടീസ്പൂണോളം പെരുങ്കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആവണം. അത് കഴിഞ്ഞിട്ട് നമുക്കിനി നമ്മുടെ കപ്പലണ്ടി ഉണ്ടല്ലോ, കപ്പലണ്ടിയും കൂടി ഇട്ട് കൊടുത്ത് അതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സികളുടെ ഒരു കളിയാണിത്. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചില വ്യത്യസ്തമായിട്ടുള്ള ഡിഷ് ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന പുളി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ പുളി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5-10 മിനിറ്റ് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ കണ്ടില്ലേ നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പോൾ നല്ല വറ്റി വന്ന് ഇനി നമുക്ക് ആ പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് ഇനി പൊടിയിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നല്ലൊരു അലുവ പരുവത്തിനാകുമ്പോഴത്തേക്ക് നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്യാം. അതുവരെ നമ്മൾ നല്ലപോലെ ഒന്ന് കണ്ടില്ലേ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കുറുകി വരുന്നുണ്ട്. നല്ലപോലെ ഒന്ന് കുറുകി വരുന്നിടം വരെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കണ്ടോ എണ്ണയൊക്കെ അതൊക്കെ തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് ഇപ്പോൾ ഒരുമാതിരി വിട്ടൊക്കെ വരുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമുക്ക്. ഇത് കുറച്ച് ശർക്കര ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുളി ഒന്ന് ബാലൻസ് ചെയ്യാനായത് സഹായിക്കും. അപ്പോൾ എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതൊരു കേരള ഡിഷ് അല്ലെങ്കിലും നമുക്ക് കേരളീയൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു അലുവ പരുവത്തിൽ ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കണ്ടില്ലേ ഈ ഒരു പരുവമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഞാനിവിടെ ബസ്മതി റൈസ് ആയിരുന്നു എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യം സ്പൂൺ ഇട്ടിട്ട് ഇതിൽ തന്നെ ചെയ്യാൻ നോക്കി. അപ്പം ഞാൻ വിചാരിച്ച് വേണ്ട അത് ശരിയാവുന്നില്ല. അപ്പം ഞാൻ ഇതിനകത്തേക്ക് തന്നെ കുറച്ച് റൈസ് ഇത് ഞാൻ ബസ്മതി റൈസ് നേരത്തെ ഉപ്പിട്ട് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളായിരുന്നു. ഇനി നമുക്കത് ഈ മിക്സിലേക്കിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഭയങ്കര ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഭയങ്കര വ്യത്യസ്തമായുള്ള ടേസ്റ്റാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ പുളിസാദം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്